ഇനിയൊരു കുഞ്ഞു വാർത്തയാണ്. ഈ കുഞ്ഞു വാർത്ത എന്ന് പറയുമ്പം അത് വിദ്യാലയത്തെ സംബന്ധിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു വാർത്തയാണ്. ബേപ്പൂർ ഗവൺമെൻറ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ജൈവം ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ രജനി തോട്ടുങ്ങൽ NSS പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP സ്വപ്ന അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് P യമുന, SMC വർക്കിംഗ് ചെയർമാൻ KV മുസ്തഫ, NSS പ്രോഗ്രാം ഓഫീസർ V ജയൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി പങ്കാളിത്ത ഗ്രാമത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് സുഗതം സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും യൂറിക് ആസിഡ് പരിശോധനയും മരുന്ന് വിതരണവും നടത്തി. ക്യാമ്പിന് ബേപ്പൂർ ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK ഹൃദയ, ഡോക്ടർ ധന്യ VS, ജിഷ, NP ശ്രീഷ്മ, ഓലശ്ശേരി റെസിഡൻസ് അസോസിയേറ്റ് സെക്രട്ടറി സബാഹു, NP ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി. ഗൂഫിക് കമ്പനിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ യൂറിക് ആസിഡ് പരിശോധന നടന്നത്. ഇത് ബേപ്പൂർ വിദ്യാലയത്തിലെ NSS ദ്വിദിന സഹവാസ ക്യാമ്പിൻ്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഇപ്പം കണ്ടുകൊണ്ടിരുന്നത്. ഏതായാലും മറ്റ് വിശേഷങ്ങൾ ബാക്കിയുണ്ട്. ഒരു ഇടവേളയോട് എടുത്ത് നമുക്കതിൻ്റെ അവസാന ലാപ്പിലേക്ക്, വാർത്താപ്രഭാതത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് പോകാം.